പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ വിശ്വാസനായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായി ഓടുന്നു. വിശ്വാസനായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായി ഓടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂല കാറ്റുകൾ അടിച്ച ഒരു ദിവസമായിരുന്നു. എന്നിട്ട് രാവിലെ വെളുപ്പിന് സെൻറ്റ് ലൂയിസിൽ നിന്ന് ഇറങ്ങി ഹ്യൂസ്റ്റണിൽ ഇറങ്ങിയിട്ട് ന്യൂയോർക്കിൽ വന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. എൻ്റെ ദുബായിലോട്ടുള്ള ഫ്ലൈറ്റ് അങ്ങ് പോയി. ഇങ്ങനെ പോകുമെന്ന് നേരത്തെ എനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാൻ എൻ്റെ വളരെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി, ന്യൂയോർക്കിലുള്ള ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ന്യൂയോർക്കിൽ നിന്ന് എൻ്റെ ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ വേറെ ഒരു എയർപോർട്ടിലും എൻ്റെ ഫ്ലൈറ്റ് പോകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളിലും പ്രലോഭനങ്ങളിലും പ്രതികൂല കാറ്റുകളിലും നമ്മളെ ഉത്തേജിപ്പിച്ച് നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാതെല്ലാം പാക്കിംഗ് ഒക്കെ ആയിരുന്നു. രാവിലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് 4 AM ആണ്. ഇന്നൊരു ശകലം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. കൂടുതലും കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ ധൈര്യം തരുന്നത്, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാ പ്രതികൂലത്തിലും കർത്താവിനൊരു സംസാരമുണ്ട്, ഒരു ആൻസറുണ്ട്, അതിനുള്ള റീസണിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ പ്രതികൂലം എന്തെന്ന് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഒത്തിരി സമയമാകും. എൻ്റെ ഫ്ലൈറ്റ് പോയി. ഞാനൊരു 9 മണിക്ക് ഫ്ലൈറ്റിന് അടുത്തത് കയറേണ്ടിയെടുത്ത് ഞാൻ ആ ഫ്ലൈറ്റിൽ എത്തിയത് 10 മണിക്കാണ്. അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിന് തന്നേക്കുന്നത് എനിക്ക് നെക്സ്റ്റ് ഡേയിലോട്ടാണ്. നാളെ രാത്രിയിലാണ് തന്നത്. അതും എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 1:30 ആയി. ഞാൻ അത്രയും നേരം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫറിങ് ആയിരുന്നു. അതുകൊണ്ട് രാത്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെയും ഒന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കുവാനുള്ള ഒരു തോന്നൽ കൊണ്ട് ഞാനൊരു ഹോട്ടൽ തേടി 5-6 ഹോട്ടൽ തേടിയിട്ടും എനിക്ക് കിട്ടിയില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാനിപ്പോഴൊരു ഹോട്ടലിൽ വന്നു. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ തല കവർ ചെയ്യാതിരിക്കുന്നു, തല ക്ഷൗരം ചെയ്യണമെന്നൊന്നും പറയല്ലേ. കാരണം ഇന്ന് എൻ്റെ ഈ പ്രശ്നത്തിൽ ദൈവം എന്നോട് എന്ത് സംസാരിച്ചു എന്ന് നിങ്ങളൊക്കെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കയ്യിലൊരു ക്യാരി ഓൺ ബാഗും ഒരു ലാപ്ടോപ്പ് ബാഗും അല്ലാതെ അതിനകത്ത് കുറച്ച് തുണികൾ മാത്രമുണ്ട്. ഞാൻ ഇന്ന് വെളുപ്പിനിട്ട അതേ ഡ്രസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഒരു മാറിയിടാൻ പോലും ഒരു തുണിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്, അത് നമ്മെ ഏതൊരവസ്ഥയിലും നമ്മെ ഉത്തേജിപ്പിക്കുന്നതാണ്, അത് ജീവൻ വെപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഞാൻ വളരെ ക്ഷീണിച്ച് കിടക്കുവാൻ പോയപ്പോഴാണ് എനിക്ക് ഇന്ന് എന്നോട് ദൈവം സംസാരിച്ച, എൻ്റെ പ്രതികൂലത്തിൽ ദൈവം സംസാരിച്ച വചനം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെ ഉറക്കം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഈ വലിയ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ പറയട്ടെ, ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ഞാൻ തന്നെ താമസിക്കുന്നത്. ഞാൻ ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ രാത്രിയിൽ ഞാൻ അവിടുന്ന് ഊബർ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മണിയൊക്കെ ആയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാത്രിയിൽ ഇങ്ങനത്തെ വെളിയിൽ കൂടെ വരുന്നത് തന്നെ. പക്ഷേ അവിടെയൊക്കെ എന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു, സഹായിച്ചു. പ്രതികൂലം ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ശക്തി, നമ്മെ തേജസ്കരിക്കുന്ന ഒരു ശക്തി, നമ്മെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ശക്തി, ആ വലിയൊരു സത്യം, ആ ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാനിവിടെ പതറാതെ തളരാതെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ആ ശക്തിക്ക് വളരെ വലിയ മൊത്തം പങ്കും ആ ദൈവത്തിനുള്ളതാണ്. സകല മാനമഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വന്ന ഈ പ്രതികൂലത്തിൽ കൂടി കടന്നു പോയപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ചിന്തയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് പത്രോസിനെയും പൗലോസിനെയും പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ജയിലിലൊക്കെ കിടന്ന് കർത്താവിൻ്റെ ആ വചനത്തിന് വേണ്ടിയിട്ട്, ആ ഗോസ്പലിന് വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസിനെ പറ്റി പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് കേട്ടോ.
എൻ്റെ തുണികൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല എങ്കിലും ഞാൻ എവിടെ പോയാലും ബൈബിൾ കൂടെ വെച്ചേക്കും. എനിക്കിത് നല്ലതായിട്ട് വായിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡിം ലൈറ്റ് ആയതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്, 1-ാം വാതിലും 2-ാം വാതിലും ദൂതൻ ചെന്ന് തുറന്നു, 3-ാം വാതിൽ സ്വയമേ തുറന്നു. അപ്പോൾ നമ്മളൊക്കെയും, ഞാനും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ദൈവമക്കളാണ്, ഈ വാതിലുകളൊക്കെ തന്നെ അങ്ങ് തുറക്കും. 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിൽ തന്നെ അങ്ങ് തുറന്നു പോകും. പൗലോസിൻ്റെ ജീവിതത്തിലും ഒത്തിരി നമുക്ക് കാണാം. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂതൻ വന്നും ഒക്കെ, ജയിലിൽ നിന്ന് ഭൂകമ്പം വന്നും ഒക്കെ രക്ഷപ്പെടുത്തുന്ന അവസ്ഥകൾ. അപ്പം നാം വിചാരിക്കുന്നതല്ല എപ്പോഴും അങ്ങനെ നടക്കണമെന്നാണ്. എന്നാൽ അങ്ങനെ നടക്കത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് അത് വലിയ ഭയങ്കരമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, പീറ്റർ ഈസ് റിലീസ് ഫ്രം ജയിൽ. അത് പറയുന്നത് ലോക്ക് ഡോർസ് ആൻഡ് ഗാഡ്സ് കാൺ സ്റ്റോപ്പ്. ഗാഡ്സ് വിൽ, ഗാഡ്സ് ഡിസയർ, ദൈവം ഡെലിവർ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ലോക്കിനും ഒരു ഡോറിനും ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതവും അതിശയകരവുമാണ്. എന്ന് വെച്ച് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മാത്രമേ നടക്കത്തുള്ളൂ. അതാണ് എനിക്ക് ഈ പ്രശ്നത്തിൽ കൂടി വന്നപ്പോൾ എനിക്ക് ആ ഹ്യൂസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് ദൈവം തന്ന ആലോചനയാണ്. പെട്ടെന്നൊക്കെ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് ഞാൻ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇത്ര സഫർ ചെയ്യണം, എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തന്ന ആലോചന, പത്രോസും പൗലൂസും, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തന്നെ തുറന്ന പത്രോസ് അവസാനം തലകീഴായിട്ട് ക്രൂശിൽ തറക്കിയായിരുന്നു. അപ്പോൾ നിൻ്റെ ദൈവം എന്തേ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുമോ? പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളും പ്രശ്നങ്ങളും സഹനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഡോറ് തുറന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടാണ്. ഡോർ അടഞ്ഞെങ്കിലും അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് പൗലോസിനെ പറ്റിയിട്ടറിയാം. പൗലോസിനെ പറ്റി പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 2 Corinthians 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. He was beaten with rods 3 times and he lashes കൊണ്ട് 5 പ്രാവശ്യം. He was stoned, shipwrecked 3 times. And imprisonment and persecutions are waiting for me എന്നാണ് പൗലോസ് പറഞ്ഞിരുന്നത്. യെസ്, the imprisonment and persecutions are waiting. നമ്മളെയും അതുതന്നെയാണ്. കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ കർത്താവ് തുറന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ച് എപ്പോഴും നമ്മൾ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നതുപോലെ പല ഡോറുകളും തുറക്കുവാൻ സാധ്യമല്ല. അത് ദൈവനാമ മഹത്വത്തിനാണ്. ഡോർ അടയുന്നതും ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ, ഗോഡ് ഹാസ് എ പ്ലാൻ ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോർ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തുറക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നില്ല എങ്കിൽ നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. The apostles were arrested and beaten many times. അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്തവരുടെ കയ്യെ വെന്തുപോയിട്ടൊന്നുമില്ല. എപ്പോഴും അപ്പോസ്തലന്മാരെ ബീറ്റ് ചെയ്ത കൈകൾ ഒടിഞ്ഞു പോയിട്ടില്ല എപ്പോഴും. എന്നാൽ അടിച്ചവൻ്റെ മനസ്സൊന്ന് നൊന്ത് കാണും. അടിച്ചവൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു കാണും, ഒടിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും അടി കൊണ്ടിട്ടും കർത്താവിനെ തള്ളിപ്പറയാത്ത ആ ഒരു അത്ഭുതത്തെ ഓർത്ത് അവരുടെ മനസ്സൊന്ന് ഒടിഞ്ഞു കാണും. എല്ലൊടിഞ്ഞില്ലെങ്കിലും അടിച്ച കൈ ഒടിഞ്ഞില്ലെങ്കിലും ആ മനസ്സൊടിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കും ദൈവ പദ്ധതി പ്രകാരം, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട്. അല്ല, നിൻ്റെ വാതിലുകൾ തുറന്നില്ല എങ്കിൽ, പ്രാർത്ഥിച്ചിട്ടും തുറന്നില്ല എങ്കിൽ ലജ്ജിതരായി പോകരുത്, വിഷമിച്ചു പോകരുത്. നിൻ്റെ ദൈവം ജീവിക്കുന്നു, അത് തൻ്റെ സമയത്ത് തുറക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി 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 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതുമായ കാര്യങ്ങൾ അത്ഭുതകരമായിട്ട്, എനിക്ക് അർഹിക്കാവുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭൂമിയിലെ നന്മകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെ ഒത്തിരി വേദനകളും തന്നിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാം ദൈവനാമമഹത്വത്തിനാണ്. എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു. യെസ്, നമ്മുടെ നന്മയെക്കാളല്ല, നമ്മുടെ വേദനകൾ കൊണ്ടും അല്ല,
ദൈവനാമം മഹത്വപ്പെടേണ്ടത്. എന്നാൽ എന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഉപയോഗിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു കാക്കയായാൽ മതി, ഒരു കഴുതയായാൽ മതി. നമുക്ക് അപ്പോസ്തലന്മാരെ പോലെ പത്രോസും പൗലോസും ഒന്നും ആകുവാനുള്ള കഴിവുകളില്ല എനിക്ക്. എന്നാൽ കർത്താവേ, നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഒരു കാക്കയാകാൻ കഴിയണമേ. കഴുതയുടെ വായ തുറന്ന കർത്താവേ, നിൻ്റെ നാമമഹത്വത്തിനായിട്ട് എനിക്കൊരു കഴുതയാകാൻ പറ്റണമേ. എനിക്കത് മതി. ഏതോ ഒരു കുഞ്ഞു പറഞ്ഞതുപോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കത് മതി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാനിതിപ്പോൾ പറയുന്നത്, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതാണ്, നമ്മളെ ഉറപ്പിക്കുന്നതാണ്. ആരും ക്രിസ്തുവിൽ തികഞ്ഞവരല്ല, എന്നാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. കർത്താവെന്ന തലയോളം വളരണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നന്മകൾ മാത്രം പ്രതീക്ഷിക്കരുത്. നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്. നമ്മുടെ നാഥനായ ക്രിസ്തു നമുക്ക് സഹിച്ചതുപോലെ, നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ, അതിനൊരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനമായാൽ ആ കർത്താവിൻ്റെ കൂടെ നാം പങ്കാളികളായി തീരുകയാണ്. പ്രൈസ് ഗോഡ്. കണ്ണുനീർ താഴ്വരയിൽ നീ അനുഭവിക്കുന്ന വേദനയിൽ ആ നാഥൻ കണ്ണടച്ച് കളയത്തില്ല കേട്ടോ. കൂടെയിരിക്കും. ഏത് സഹനത്തിൻ്റെ പാതയിലും കൂടെയിരിക്കും. ഉറപ്പിക്കുന്നതാണ്, ധൈര്യം തരുന്നതാണ്. ഓരോ സ്റ്റെപ്പ് മുന്നേറുമ്പോൾ ആ സ്റ്റെപ്പുകൾ ഹാർഡായിട്ടുള്ളതാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പാടാണ്. ആ കുട്ടി ഓരോ സ്റ്റെപ്പ് മുന്നേറുമ്പോഴും അവൻ പ്രതികൂല കാറ്റുകളുണ്ട്, അവന് പരീക്ഷണങ്ങളുണ്ട്, അവന് പരീക്ഷകളുണ്ട്. അവൻ്റെ ഓരോ സ്റ്റെപ്പിലും പരീക്ഷകൾ കൂടിക്കൂടി വരികയാണ്, ഹാർഡായിട്ട് വരികയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തളർന്നു പോകരുത്. ബി സ്ട്രോങ് ആൻഡ് ബി എൻകറേജ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ വചനം നിന്നെ പണിയും. നിന്നെ ഒരിക്കലും കുലുങ്ങിപ്പോവാൻ സമ്മതിക്കത്തില്ല. ചെറിയ കാറ്റുകൾ അടിച്ചെന്നിരിക്കും, എന്നാൽ അത് നിന്നെ തകർക്കത്തില്ല, ഒരിക്കലും തകർക്കത്തില്ല. ഈ ജീവനുള്ള വചനം ജീവിക്കുന്നതാണ്. അത് നമ്മളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മെ ഒരു ബുദ്ധിമുട്ടിനും തകർക്കുവാനായിട്ട് പറ്റത്തില്ല. ഒരു ബാധയ്ക്കും നിന്നെ തകർക്കുവാനായിട്ട് പറ്റത്തില്ല. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്. കാരാഗ്രഹത്തിലായാലും പൊട്ടക്കിണറ്റിലായാലും ഇറങ്ങി വരുന്ന ഒരു വചനം, അതിനെ ജീവിപ്പിക്കുന്ന ഒരു വചനം എല്ലാ ദൈവമക്കളുടെയും, വലിയ വലിയ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ കാരാഗ്രഹങ്ങളും പൊട്ടക്കിണറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെ മാനിച്ച ഒരു ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കും തീർച്ചയായിട്ടും. പ്രൈസ് ഗോഡ്. ബി സ്ട്രോങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. God bless you.